നേരെ തൃശ്ശൂരിലേക്ക് പോകുന്നു. യാത്രക്കാരെ വലച്ച് തൃശ്ശൂർ നഗരത്തിലെ റോഡിലെ കുഴികൾ, റെയിൽവേ സ്റ്റേഷനിലേക്കും KSRTC ബസ് സ്റ്റാൻഡിലേക്കും പോകുന്ന പ്രധാനപ്പെട്ട റോഡുകളിലടക്കം കുഴികൾ രൂപപ്പെട്ടു. മഴ പെയ്യുന്നതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് അപകട സാധ്യതയേറുകയാണ്. മഴ ശമിച്ചാൽ ഉടൻ കുഴി മൂടും, അതിനുള്ള പ്രവൃത്തികളിലേക്ക് കടക്കുമെന്നാണ് കോർപ്പറേഷൻ പറയുന്നത്. ഷഹബാസ് അഹമ്മദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷഹബാസ്, എന്താണ് അവിടുത്തെ കുഴികളുടെ കാര്യം? തൃശൂർ നഗരത്തിലെ വടക്കേച്ചിറയ്ക്ക് സമീപമുള്ള ഒരു പ്രധാനപ്പെട്ട റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ റോഡിൽ നോക്കിയാൽ കാണാം, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, നിറയെ കുഴിയാണ്. ഇത് ഒരു മാസത്തോളമായി ഇങ്ങനെ ഈ റോഡിൽ കുഴിയായിക്കൊണ്ട് കിടക്കുകയാണ്. നിരവധി യാത്രക്കാരാണ് ഇതുകൊണ്ട് ആകെ ബുദ്ധിമുട്ടുന്നത്. മഴ കൂടി ആയതോടുകൂടി കുഴിയുടെ വലിപ്പം കൂടാൻ തുടങ്ങി, കുഴികൾ വെള്ളം നിറഞ്ഞ് കാണാതാകാൻ അങ്ങനെ തുടങ്ങി. വലിയ ബുദ്ധിമുട്ടുകൾ ഇരുചക്ര വാഹനക്കാർക്കടക്കമുണ്ട്. ഈ ഭാഗത്തു കൂടി വാഹനങ്ങൾ എത്തിയാൽ അത് തിരിഞ്ഞു പോകേണ്ട, മറുവശത്തു കൂടി തിരിഞ്ഞു പോകേണ്ട അവസ്ഥയാണ്. അതായത് പ്രധാനപ്പെട്ട റോഡാണ്. ഈ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് തൃശൂർ റൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്ന ബസ്സുകളടക്കം പോകുന്ന വലിയ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും ഒരുപോലെ നിരവധി ദിനേന പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ്. ഈ റോഡിലാണ് ഇങ്ങനെ ദിവസങ്ങളായി, ആഴ്ചകളായി ഇങ്ങനെ കുഴി നിലനിന്ന് പോകുന്നത്. വലിയ കുഴിയാണ്. തൃശൂർ നഗരത്തിലെ മറ്റ് പ്രധാനപ്പെട്ട റോഡുകൾ നോക്കുകയാണെങ്കിൽ ദിവാൻജിമൂല റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഭാഗമുണ്ട്. ആ ഭാഗത്തേക്ക് പോയാലും അവിടെയും വലിയ രീതിയിലുള്ള ഗർത്തം രൂപപ്പെട്ട് കിടക്കുന്നു. ഒപ്പം പടിഞ്ഞാറേക്കോട്ട ഭാഗത്തും റോഡുകൾ പലതും തകർന്ന അവസ്ഥയിലാണ്. മഴ കൂടി ആയതോടുകൂടി റോഡുകൾ വലിയ ബുദ്ധിമുട്ടിലാണ്. ചേട്ടാ, ഈ റോഡ് ഇങ്ങനെ ബുദ്ധിമുട്ടല്ലേ? റോഡ് വളരെ മോശമാണ് സാറേ. കാരണം വണ്ടികൾ ഓടാൻ പറ്റുന്നില്ല. നമ്മൾ ടാക്സ് അടയ്ക്കുന്നതല്ലേ. റോഡുകളൊന്നും വൃത്തിയാക്കി തന്നോടെ ചെയ്യുന്നില്ല. എല്ലാ ഭാഗങ്ങളും മോശം. തൃശ്ശൂർ ടൗണിൻ്റെ ഉള്ളിൽ ഈ ഭാഗത്ത് കുറച്ച് കൂടുതലാണ്. അവിടെ കൂടുതലാണ്. വണ്ടി ഓടാൻ പറ്റുന്നില്ല. ഉള്ളേരിയൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ മോശമാണ്. കൊല്ലങ്ങളായിട്ട് കിടക്കുന്ന വെള്ളം ശല്യമാണത്. എന്താ പറയാ, വണ്ടിനൊക്കെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. പണിയാവില്ല. അയ്യോ, വണ്ടിന് പണിയെന്ന് പറഞ്ഞാൽ പണിയാനും നേരല്ലോ. എങ്ങനെ ഒന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഫൈനും കാര്യങ്ങളും വേറെ. ആകെ ശല്യം പറഞ്ഞാൽ ആകെ ശല്യം. പോട്ടെ സാറേ. ഈ റോഡടക്കമുള്ള എല്ലാ റോഡും കോർപ്പറേഷൻ ഇടപെട്ടുകൊണ്ട് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് പറയുന്നത്. നഗരത്തിലെ റോഡുകൾ പ്രധാനപ്പെട്ടതും കോർപ്പറേഷന് കീഴിലുള്ള റോഡുകളാണ് ഇങ്ങനെ തകർന്ന് കിടക്കുന്നത്. മഴ പെയ്താൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞ് കുഴികൾ കാണാത്ത അവസ്ഥയുണ്ട്. ഈ പരിചയമുള്ളവരാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് കൂടി വെട്ടിച്ചു പോകും. പക്ഷേ അറിയാത്ത ആളുകൾ പെട്ടെന്ന് അതിവേഗത്തിൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ കുഴി വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ്. ഈ കുഴി അടക്കം കാണാത്തൊരവസ്ഥ വരും. അങ്ങനെ നിരവധി കുഴികൾ പല ഭാഗത്തായി ഉണ്ട്. എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് പറയുന്നത്. മഴ മാറിയാൽ ഉടൻ ഈ പണികൾ തുടങ്ങുമെന്നാണ് കോർപ്പറേഷൻ അറിയിക്കുന്നത്. എന്തായാലും നഗരത്തിലെ പ്രധാനപ്പെട്ട ഈ റോഡുകളെല്ലാം തന്നെ കുഴികളടച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ആളുകൾ ആവശ്യപ്പെടുന്നത്. കാരണം അത്രത്തോളം അപകട സാധ്യതയാണ് ഈ റോഡിലെ കുഴികൾ മൂലം ഉണ്ടാകുന്നത്. റിപ്പോർട്ടർ ഷഹബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, തൃശൂർ.